ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. പാലരുവി വാട്ടർഫാൾസാണ് നമ്മളെ നെക്സ്റ്റ് സ്പോട്ട്. ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ കാർ പാർക്കിംഗ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. അവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ശരി, നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാലരുവി വാട്ടർഫാൾസിൻ്റെ പാർക്കിംഗ് സ്പേസിലാണ്. ആൻഡ് ഇവിടം വരെയുള്ളൂ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ടുവരാനുള്ള പെർമിറ്റ്. അത് കഴിഞ്ഞിട്ട് വാട്ടർഫാൾസിൻ്റെ അടുത്ത് നമ്മൾ ബസ് വഴിയായിരിക്കും പോകുന്നത്. ആൻഡ് ഈ ഓപ്പോസിറ്റ് കാണുന്ന ഹട്ട് പോലത്തെ സംഭവമാണ് ടിക്കറ്റ് കൗണ്ടേഴ്സ്. ആൻഡ് തൊട്ട് താഴെ ആ ഗ്രീൻ ഷെൽട്ടർ പോലെ കാണുന്നതാണ് ബസ് വെയിറ്റിംഗ് സ്റ്റേഷൻ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ബസ് വരും. ആൻഡ് ആ ബസ്സിൽ കയറിയിട്ടായിരിക്കും നമ്മൾ പാലരുവി വാട്ടർഫാൾസിലോട്ട് പോകുന്നത്. അപ്പോൾ ബസ് വന്നു, ബസ്സിൽ കയറി അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു ബസ്സിൽ ഈ കാടൊക്കെ കണ്ടു പോകാനായിട്ട്. ആൻഡ് പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഗിൽ കരുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. സോ എല്ലാവരും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം വാട്ടർഫാൾസ് കാണാനായി വരേണ്ടത്. കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു പാലരുവി വാട്ടർഫാൾസ് വരെ എത്താനായിട്ട്. ഇപ്പം തന്നെ ഒരു 6-7 മിനിറ്റായി വണ്ടിയിലിരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. കുറേയൊക്കെ കാട് കണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഇനി പെട്ടെന്ന് വാട്ടർഫാൾസ് എത്തണം എന്നുള്ളതായി. ഞാൻ വരുന്ന വഴിക്ക് തന്നെ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞു വാട്ടർഫാൾസ് കാണായിരുന്നു. ആൻഡ് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബോർഡ്സ് ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക്സ് എറിഞ്ഞിടരുത്, ഒരുപോലെ നേച്ചറിനും ആൻഡ് ആനിമൽസിനും അത് ഹാംഫുള്ളാണ്. ആൻഡ് അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ടൈഗർ പാർക്കെന്നോ ടൈഗർ ക്യാമ്പെന്നോ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടു. സോ അത് എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. കുറേ കാട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ പാലരുവി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയില്ല, കാരണം ബസ് ഈ ഒരു സ്ഥലം വരെ ബസ് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നടന്നു പോകാനുണ്ട് വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട്. സോ ഫൈനലി നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇതാണ് പാലരുവി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ്. ആൻഡ് എൻട്രൻസിൽ തന്നെ ഇത് ഈ കാണുന്നതാണ് ഒരു കഫറ്റീരിയ. ആൻഡ് അവിടെ ഒരു പാറക്കല്ല് പാലരുവി എന്ന് എഴുതിയിട്ട് മുകളിൽ വാട്ടർഫാൾസ് പോലെ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ബസ് വെയിറ്റിംഗ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ഒരു കൽമണ്ഡപം പോലെയും കെട്ടിയിട്ടുണ്ട്. ആൻഡ് കുറേ ബെഞ്ചസൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ഈ പാലരുവി എന്ന് എഴുതിക്കുന്ന പാറക്കല്ലിൻ്റെ തൊട്ട് സൈഡിലൂടെ മുകളിലോട്ട് പോകാനായിട്ടൊരു വഴിയുണ്ട്. ആൻഡ് ആ വഴി കൂടെ നമുക്കിനി പാലരുവി വാട്ടർഫാൾസിലോട്ട് പോവാം. സോ അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പോകുന്ന വഴി വന്നിട്ട് ഫുൾ ഇങ്ങനെ കല്ല് ഉള്ള വഴിയാണ്. സോ തട്ടി വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് സൈഡിൽ തന്നെ സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫെൻസ് പോലെ കെട്ടിയിട്ടുണ്ട്. സോ അപ്പുറത്തോട്ട് തെറിച്ച് പോകുന്ന ടെൻഷൻ വേണ്ട തട്ടി വീണിട്ട്. ഓക്കെ, സോ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഒരു സൈഡിൽ വന്നിട്ട് ഫുൾ മല പോലെയും ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് കാട് പോലെയാണ്. ആൻഡ് ഈ ഒരു വഴി കൂടെ നടന്നു പോകാനായിട്ട് നല്ലൊരു നല്ലൊരു അടിപൊളി ഫീലിംഗ് ആണ്. ഒരു കാം ആൻഡ് പീസ്ഫുൾ വൈബാണ്. എല്ലാം ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ശരിക്കും ഈ നേച്ചറിൻ്റെ സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാം. സോ അതൊക്കെ കേട്ട് ഈ ഒരു സൈഡിൽ കൂടെ പോകാനായിട്ട് നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചധികം ദൂരം ഉണ്ട് തോന്നുന്നു നമുക്ക് നടന്ന് വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താനായിട്ട്. കാരണം വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കാം, പക്ഷെ ദൂരെ നിന്ന് പോലും എനിക്ക് കാണുന്നില്ല വാട്ടർഫാൾസ് അടുത്തെത്തി എന്നുള്ള ഒരു നമുക്ക് ഒരു ചെറിയ ഗ്ലിംസ് പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് കുറച്ചധികം ഫ്രണ്ടിലോട്ട് നടക്കേണ്ടി വരും തോന്നുന്നു. എന്തായാലും അപ്പോൾ നമുക്ക് മുന്നോട്ട് നടന്ന് നോക്കാം.
ഇവിടെ ഒരു ഫാമിലി ബാത്തിങ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ലേഡീസിനും ആൻഡ് ജെൻസിനും ബാത്തിങ് ഏരിയ ഇവിടെ അവർ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പോരാഞ്ഞിട്ട് ലേഡീസിന് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഡ്രസ്സിങ് റൂമും അങ്ങനെ ഒരു ഫെസിലിറ്റേഷനും ഇവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പൊതുവേ അങ്ങനെ ഒരു വാട്ടർഫാൾസിലും ഇങ്ങനെ ഒരു ഡ്രസ്സിങ് റൂമോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ബാത്തിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് ഞാൻ ഈ പാലരുവി വാട്ടർഫാൾസിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഞാൻ വാട്ടർഫാൾസ് കണ്ടു. അപ്പോൾ ആ കാണുന്നതാണ്, ആ വൈറ്റ് പോലെ കാണുന്നതാണ് വാട്ടർഫാൾസ്. അപ്പോൾ അധിക ദൂരം ഇനി നടക്കാനില്ല തോന്നുന്നു. അപ്പം ഐ എം സൂപ്പർ എക്സൈറ്റഡ് വാട്ടർഫാൾസിൻ്റെ അടുത്ത് പോകാനായിട്ട്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് മുകളിലോട്ട് കയറാം. ആൻഡ് നമ്മൾ വാട്ടർഫാൾസിന് അടുത്തോട്ട് എത്തുമ്പോഴത്തേക്കും ഈ കല്ലുകളുടെ ആ ഒരു സൈസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു കല്ലുകളായിരുന്നു, ഇപ്പോൾ വലിയ വലിയ പാറക്കല്ലുകൾ പോലെയായി. സോ കുറച്ചധികം സൂക്ഷിച്ച് മുന്നോട്ട് കയറുക. ആൻഡ് ഈ ഒരു വഴിയൊക്കെ കഴിഞ്ഞിട്ട് ആ നേരെ കാണുന്ന പടി കൂടെ കയറിയിട്ട് വേണം നമുക്ക് മുകളിൽ വാട്ടർഫാൾസിൻ്റെ ആ വ്യൂ പോയിന്റിലോട്ട് എത്തേണ്ടത്. സോ പടി കയറി മേലിലോട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് തന്നെ ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ ബാത്തിങ് ഏരിയ ഉണ്ട്. ആൻഡ് അതും കഴിഞ്ഞിട്ടാണ് വാട്ടർഫാൾസിൻ്റെ വ്യൂ പോയിന്റ് വരെ എത്താനായിട്ടുള്ള പടി നമ്മൾ കയറുന്നത്. ആൻഡ് പടി കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ കുത്തനെയുള്ള പടിയൊന്നുമല്ല. പിന്നെ കുറച്ചധികം പടികൾ കയറാനുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഈ കുഞ്ഞു കുഞ്ഞു പടികളാണ്. അപ്പോൾ ഇതാണ് ജെൻസിൻ്റെ ബാത്തിങ് ഏരിയ. ഇതിപ്പോൾ എന്തോ കാരണത്താൽ ക്ലോസ്ഡ് ആണ്, പ്രൊഹിബിറ്റഡ് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് വന്നപ്പോൾ ആകെ ഫാമിലി, ഫീമെയിൽ ആൻഡ് കിഡ്സിൻ്റെ ബാത്തിങ് ഏരിയ മാത്രമേ ഇന്ന് ഓപ്പൺ ആയിട്ട് കണ്ടുള്ളൂ. മേ ബി ഇത് ടെമ്പററി ആകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പടികൾ കയറുമ്പോൾ ഓരോ ടേൺസിൻ്റെ അവിടെയും ഇനി എത്ര കിലോമീറ്റേഴ്സ് കൂടെ നമുക്ക് ആ വ്യൂ പോയിന്റിൽ എത്താനുണ്ട് എന്നുള്ള ബോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഹാഫ് വേ ത്രൂ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പടി കയറിയിട്ട് വേണം ആ ഒരു വ്യൂ പോയിന്റിലോട്ട് എനിക്ക് എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ പടികളുടെ ഒരു 2 ടേൺസ് കൂടെ കഴിയുമ്പോൾ ഞാൻ എന്തായാലും മുകളിൽ എത്തും. സോ ഇനി മുകളിലെത്തിയിട്ട് ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഗൈസ്, ഫൈനലി നമ്മൾ പാലരുവി വാട്ടർഫാൾസിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ കുറേ പടികളൊക്കെ കയറിയിട്ട് എത്തിയിരിക്കുകയാണ്. ആൻഡ് ലിറ്ററലി ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു അടിപൊളി വ്യൂ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ആൻഡ് വാട്ടർഫാൾസ് ഒരു രക്ഷയില്ല. സോ നമുക്ക് ഈ കൽമണ്ഡപം പോലെ ഇവർ കെട്ടിയിട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് വാട്ടർഫാൾസിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കാണാം. ഇതാണ് ഗൈസ് പാലരുവി വാട്ടർഫാൾസ്. ശരിക്കും ഈ വാട്ടർഫാൾസ് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. കുറച്ച് നേരം ഇവിടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ശരിക്കും എനിക്ക് ഈ വാട്ടർഫാൾസ് ഇങ്ങനെ പാലൊഴുകി വരുന്ന കണക്ക് തന്നെയാണ് തോന്നിയത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. കേസ് നമുക്ക് വാട്ടർഫാൾസിൻ്റെ അടുത്ത് വരെ ചെന്ന് നിൽക്കാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. അത് ആ താഴെ കാണുന്ന ആ ഒരു സംഭവം അവർ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജെൻസ് ബാത്തിങ് ഏരിയ കൂടെയാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ വരെ പോയി ചെന്ന് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് അത് വാട്ടർഫാൾസിൻ്റെ ആ താഴെ വരെ ചെന്ന് നിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പാലരുവി വാട്ടർഫാൾസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ പാലരുവി വാട്ടർഫാൾസിൻ്റെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ എത്തുന്നത് വരെ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് വരെ ഒരു ചെറിയൊരു വിട. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.